പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവറിയിലെ മരക്കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവേ, നീ ഞങ്ങൾക്ക് ഈ ദിവസം വരെ ജീവിക്കാൻ ഈ ഭൂമിയിൽ തന്ന ആയുസ്സിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ പരമയാഗമായി തീർന്നല്ലോ കർത്താവേ. അതിൻ്റെ ഓർമ്മകളിൽ കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് കർത്താവേ. നീ ചിന്തിയ രക്തത്തിൻ്റെ വില അറിയാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കണമേ കർത്താവേ. നിന്റെ മരണത്തിൽ കൂടി നീ ഞങ്ങൾക്ക് തന്ന രക്ഷ ഗണ്യമാക്കാതെ പോകാൻ ഇടവരരുതേ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിന്നെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കാൻ നീ സഹായിക്കണമേ. തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമേ കർത്താവേ. വീഴ്ചകൾ പൊറുക്കണമേ കർത്താവേ. പലപ്പോഴും ഞങ്ങൾ നിന്നെ മറന്ന് കർത്താവെ ജീവിച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവിൻ്റെ നാമത്തിൽ വിനയമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് പാഷൻ സാറ്റർഡേ അല്ലെങ്കിൽ ഹോളി സാറ്റർഡേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണിന്ന്. ആ സംഭവം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നപ്പോൾ യേശുവിൻ ജീവൻ വെടിഞ്ഞ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം എന്തായിരിക്കും അവിടെ സംഭവിച്ചതെന്ന് ചിന്തിച്ച് നോക്കാം. ആരും ആ ദിവസം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി കാണുകയില്ല. യേശുവിനെ സ്നേഹിച്ച ഏതാനും പേർ അന്നും ഉണ്ടായിരുന്നു. അവർ ദുഃഖത്തിലും വേദനയിലും നിരാശയിലുമാണ് ഇരുന്നത്. ഹോശന്ന പാടി യേശുവിനെ യെരുശലേം നഗരത്തിലേക്ക് ആനയിച്ചവരാരും ഇപ്പോൾ ആരെയും കാണാനില്ല. യേശു വലിയൊരു രാജാവായി വന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ മാറ്റി ഒരു പുതിയ ഭരണം സ്ഥാപിക്കും എന്ന് പ്രതീക്ഷിച്ചവരെല്ലാം നിരാശരായിരിക്കുന്ന ദിവസമാണ് ദുഃഖ ശനിയാഴ്ച എന്ന് നമ്മൾ പറയുന്ന ആ ദിവസം. ശിഷ്യന്മാരെ കാണാനില്ല. സ്നേഹിച്ചവരെ ആരും പുറത്ത് കാണാനില്ല. എല്ലാവർക്കും നിരാശയും ഭയവും ഉള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു. 3 പേരെ യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ യേശു സ്വയം മരണത്തിന് കീഴടങ്ങുന്ന ആ അവസ്ഥ യേശുവിനെ സ്നേഹിച്ചവർക്കും ആദരിച്ചവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമായി. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3-ാം നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. എത്ര വ്യക്തമായിട്ടാണ് അതിനകത്ത് മരണത്തെയും ഉയർപ്പിനെയും യേശു വിശദീകരിച്ചു കൊടുത്തത്. പക്ഷേ അവരത് ഗ്രഹിച്ചില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഇത് തന്നെ എടുത്തു പറയുന്നുണ്ട്. അനന്തരം അവൻ 12 വരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തല്ലിക്കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഇത് ഗ്രഹിച്ചില്ല.
3.5 വർഷങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിച്ച 12 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു. യേശുവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു, യേശുവിൻ്റെ കൂടെ ഉറങ്ങി. യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി കണ്ട് മനസ്സിലാക്കി, നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ 3.5 വർഷക്കാലത്തെ അനുഭവ സമ്പത്തുള്ള ശിഷ്യന്മാർ യേശു പറഞ്ഞത് ഗ്രഹിച്ചില്ല. യേശുവിൻ്റെ ദൗത്യം അവർ ഗ്രഹിച്ചില്ല. യേശു ആരാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലായില്ല. യേശു എന്തിനാണ് വന്നതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുതന്നെയാണ് ഇന്നത്തെ ലോകത്തിൻ്റെയും അവസ്ഥ. ഇന്നത്തെ ലോകത്തിൽ കോടാനുകോടി മനുഷ്യർ യേശുവിനെ തിരിച്ചറിയാതെ, യേശുവിൻ്റെ ഈ ലോകത്തിലെ വരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാതെ കടന്നു പോകുന്ന സങ്കടകരമായ അവസ്ഥയാണുള്ളത്. അന്നത്തേതുപോലെ തന്നെ യേശു പറഞ്ഞതൊന്നും വന്നതിൻ്റെ കാരണം ഒന്നും തിരിച്ചറിയാത്ത, ഗ്രഹിക്കാനാകാത്ത ജനകോടികൾ ഇന്നും ലോകത്തിലുണ്ട്. യേശു എവിടെയായിരുന്നു മരണത്തിന് ഉയർപ്പിനുമിടയിലെ ആ ദിവസം എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ദുഃഖശനിയാഴ്ച യേശു എവിടെയായിരുന്നു? അതിൻ്റെ ഉത്തരം യേശു തന്നെ പറയുന്നുണ്ട്. തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളനോട് യേശു പറഞ്ഞ വാചകമാണ് അതിൻ്റെ ആധാരം. ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. അതൊരു ഭാഗ്യവാനായ കള്ളന് യേശുവിൽ നിന്ന് കിട്ടിയ ഒരു വാഗ്ദത്തമായിരുന്നു. യാതൊരു സൽപ്രവർത്തികളുമില്ല, ദുഷ്പ്രവർത്തികൾ മാത്രം കൈമുതലായിട്ടുള്ളവൻ, ജനത്തിനും ഭരണകൂടത്തിനും വേണ്ട സമൂഹദ്രോഹി, കൊടും കുറ്റവാളി, സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ലാത്തവൻ, ജീവിക്കാൻ അർഹതയില്ലാത്തവൻ എന്ന് കണ്ട് വിചാരണ ചെയ്ത് റോമൻ ഭരണകൂടം കുരിശുമരണത്തിന് വിധിച്ച ആ കള്ളനാണ് യേശുവിൽ നിന്ന് ഇത്ര മനോഹരമായ ഒരു വാഗ്ദത്തം ലഭിക്കുന്നത്. ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. മരണത്തിലേക്ക് വീഴുന്നതിന് മുമ്പേ ജീവനിലേക്കുള്ള സൗജന്യ പ്രവേശനമാണ് ആ കള്ളന് ലഭിച്ചത്. ഈ പർദീസ എവിടെയായിരിക്കും? യേശു എവിടെയാണോ അവിടെയാണ് പർദീസ. യേശുവിനോടൊപ്പം മരണശേഷവും ജീവിക്കാൻ യേശു ക്ഷണിച്ചത് ലോകവും അന്നത്തെ ഭരണകൂടവും സകല മനുഷ്യരും വെറുത്ത ഒരു കുറ്റവാളിയായിരുന്നു. അന്ന് പർദീസ എന്ന് പറയുന്ന ആ സ്ഥലത്ത് യേശുവും ഈ കുറ്റവാളിയും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നു. ഈ ദുഃഖശനിയാഴ്ച ആ 2 വ്യക്തികളും ഒരേ സ്ഥലത്തായിരുന്നു. അത് അത്യപൂർവമായ ഒരു സംഭവമാണ്. അതിനെയാണ് നമ്മൾ ഹോളി സാറ്റർഡേ എന്ന് വിളിക്കുന്നത്, ദുഃഖശനിയാഴ്ച എന്ന് വിളിക്കുന്നത്. പർദീസ എന്ന വാക്ക് മാറ്റിയിട്ട് യേശുവിൻ്റെ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. അവിടുന്ന് പർദീസ ഒന്ന് മാറ്റിയാൽ ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു എവിടെയുണ്ടോ അവിടെ കൊടും കുറ്റവാളിയും ക്രിമിനലുമായിരുന്ന മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ കള്ളന് അവസരം ലഭിച്ചു കൂടെയിരിക്കാൻ. എന്തുകൊണ്ടായിരിക്കണം അത് സംഭവിച്ചതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ്റെ ഒരൊറ്റ അപേക്ഷയിലാണ് അത് സംഭവിച്ചത്. നീ രാജാവായി വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്നാണ് അവൻ പറഞ്ഞത്. നടുവിലെ ക്രൂശിൽ കിടക്കുന്ന ഈ മനുഷ്യൻ രാജാവായി വരും എന്ന് ആ കള്ളന് എങ്ങനെ മനസ്സിലായി? നേരിൽ കണ്ടിട്ടില്ല, അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല, മരിച്ചവരെ ഉയർപ്പിച്ചത് കണ്ടില്ല, കുരുടന് കാഴ്ച കൊടുത്തത് കണ്ടില്ല, മുടന്തനെ നടത്തിയത് കണ്ടില്ല, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് കണ്ടില്ല, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയത് കണ്ടില്ല. ഇതൊന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും അറിഞ്ഞുമില്ല. പക്ഷെ ഒന്ന് മാത്രം അവൻ അറിഞ്ഞു. എന്താണ്? ഇവൻ രാജാവാണ്, ഇവൻ രാജാവായി വരും. ആ ഒരു സത്യം ആണ് അവൻ യേശുവിനോട് പറഞ്ഞത്. ആ ഒരു സത്യം അവൻ മനസ്സിലാക്കിയതിൻ്റെ പ്രതിഫലമാണ് അവന് കിട്ടിയത് യേശുവിനോടുകൂടി പർദീസയിലിരിക്കാനുള്ള മഹാഭാഗ്യം. നിരാശയുടെ ഒരു ശനിയാഴ്ചയല്ല ഇത്, സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു ശനിയാഴ്ചയാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും അവനിൽ വിശ്വസിച്ച്
നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവനോടൊപ്പം ജീവിക്കാൻ ഉള്ള അവസരം തുറക്കുന്നതാണ് അവൻ ചെയ്യുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിലെ കള്ളൻ്റെ പ്രതീക്ഷ അവനോടൊപ്പം, യേശുവിനോടൊപ്പം ഉള്ള സ്വർഗീയ അനുഭവമാണ്. 2000 വർഷത്തിന് ശേഷവും നമ്മൾ ആ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ഈ 2000 വർഷങ്ങൾക്കുള്ളിൽ അനേകായിരം, അനേക ലക്ഷങ്ങൾ, കോടികൾ നിറഞ്ഞ വിശ്വാസ സമൂഹം കടന്നുപോയി, രക്തസാക്ഷികൾ കടന്നുപോയി. ഇന്നും നമ്മൾ രാജാവായി വരുന്ന നമ്മുടെ രക്ഷകനെ കാത്തിരിക്കുകയാണ്. കുരിശിൽ കിടന്ന കള്ളൻ അടുത്ത ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും എന്ന് മനസ്സിലാക്കിയിട്ട് പോലുമില്ലായിരുന്നു. യേശു ഉയർക്കുന്നതിന് മുമ്പ് യേശുവിനോടൊപ്പം ചേരാനുള്ള ഭാഗ്യം അവന് ലഭിച്ചു. 1 തെസ്സലോനിക്കർ ചാപ്റ്റർ 4 വേഴ്സ് 16 മുതൽ 17 വരെ നമുക്ക് വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. മേഘാരൂഢനായി വരുന്ന നമ്മുടെ രക്ഷകൻ്റെ ഒരു പിക്ചറാണ് നമ്മളവിടെ കാണുന്നത്. അവനെ എതിരേൽക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ എന്നാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ പ്രതീക്ഷയറ്റ ഒരു ലോകമാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ഓടുകയാണ്, എന്തോ നേടാൻ വേണ്ടി ഓടുകയാണ്, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ഓടുകയാണ്, മത്സരിച്ചോടുകയാണ്. എന്നാൽ ഒരു സത്യം മാത്രം അവർ മറന്നുപോകുന്നു. ഓടി ഓടി തളരുമ്പോൾ സമയം കഴിഞ്ഞു പോകും. വിളക്കിലെ എണ്ണ തീർന്നു പോയ 5 കന്യകമാരെ പോലെ മണവാളനോടൊപ്പം പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഈ ഓട്ടങ്ങളെല്ലാം നിർത്തി കർത്താവിലേക്ക് തിരിയണം. പ്രത്യേകിച്ച് ഈ നോമ്പുകാലം അവസാനിക്കുമ്പോഴേക്കും പുതിയ തീരുമാനങ്ങൾ എടുക്കണം. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് ഒരു പുതുമ വേണം, ഒരു മാറ്റം വേണം, ഒരു പുനർജന്മം വേണം. അതിനുവേണ്ടി നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.